കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ദ ബെസ്റ്റ് അവൈലബിലിറ്റി ഉള്ള നമുക്കൊക്കെ ഒരു വട്ടം ട്രെയിനിങ് തന്ന് എല്ലാ സ്റ്റാഫുകളും നല്ല അഭിപ്രായം പറഞ്ഞ JPL തന്നെ കൊണ്ടുവരാനുണ്ടായ റീസൺ. കഴിഞ്ഞ നമുക്ക് എറണാകുളത്ത് വെച്ചൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറയായിരുന്നു മനോജ് സാറോട്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സാധാരണ എല്ലാ ട്രെയിനിങ്ങിലും നമുക്ക് JPL പുറമല്ലായിരുന്നു. നമുക്ക് ഇതെല്ലാം അറിയാവുന്ന ചിന്താഗതിയിലാണ് സാധാരണ നമുക്ക് ഇല്ലാതിരിക്കുക. ഒരു നോർമൽ ആൾക്കാർക്ക് അങ്ങനെ ഇരിക്കുക. പക്ഷെ JPL സമയത്ത് പുറത്തേക്ക് ചായ കുടിക്കാനോ ഫോൺ വന്നിപ്പോൾ കോൾ പോകാനോ വരെ എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം ആ പറയുന്നത് മിസ്സാവുമല്ലോ എന്നോട് ടെൻഷനായിരുന്നു. അത്രയും ക്യൂരിയോസിറ്റിയോടെ ആയിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടും ആളെ കൊണ്ടുവരാൻ കാരണം. പക്ഷെ ഇത്രയും ദൂരം സാധാരണ ആള് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇന്ത്യയിലേക്ക് വരവ് കുറവായിരിക്കും. കൂടുതൽ വിദേശത്തേക്കും ട്രെയിനിങ്ങിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ വിളിച്ചപ്പോഴും ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ആൾ തരാൻ തയ്യാറായെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഇന്നത്തെ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ഇന്നത്തെ ഈ പറയുന്ന കൺസെപ്റ്റ് JP കാണിക്കാൻ ശ്രദ്ധിച്ച കാര്യങ്ങളെല്ലാം കൂട്ടായ്മയോടെ എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളതാണ് അല്ലെ. നമ്മൾ 2 ഗെയിം കളിച്ചു. 2 ഗെയിം ആദ്യം കളിച്ച ഗെയിമും രണ്ടാമത് കളിച്ച ഗെയിമും എങ്ങനെയാണ് അത് സക്സസ്ഫുൾ ആയത്, എങ്ങനെയാണ് പഠിപ്പിച്ചത്? കൂട്ടായ്മയോടെ മാത്രമാണ്. ക്ലാസ് എടുക്കണമെന്ന് JPയോട് ഓൾറെഡി സാർ പറഞ്ഞിരുന്നു, എടുത്തിട്ടില്ല, എന്നാലും ബോക്സ് സെഷൻ എടുക്കുന്നുള്ളൂ. കൂട്ടായ്മയോടെ മാത്രമേ ജയിക്കാൻ പറ്റുന്നതാണ്. ആ കൂട്ടായ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അതിന് 3 ലീഡർമാരുണ്ടായിരുന്നു. ശരിയല്ലേ? ആരൊക്കെയായിരുന്നു? 1 പ്രദീപ് ചെറുപള്ളി ഉണ്ടായിരുന്നു, 2 ഷൈജു ഉണ്ടായിരുന്നു, 3 റജി ഉണ്ടായിരുന്നു. സുധിക്ക് വയ്യാത്തവരും സുധീർമാകുന്നത്. ഈ 3 ലീഡർമാരുടെ കൂട്ടായ്മയിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും അത് ആ ടീം സക്സസ് ആവുക. ശരിയല്ലേ? അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമുകൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞത് അവരുടെ കൂട്ടായ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ആരാണ് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്? ഓരോ സ്റ്റാഫും ഓരോ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. ഒരു ലീഡർ ഒരു തീരുമാനം പറഞ്ഞു, ആ ലീഡറിന്റെ തീരുമാനത്തിനനുസരിച്ച് ബാക്കിയുള്ളവർ വർക്ക് ചെയ്യാൻ കാണിച്ച ക്വാളിറ്റിയാണ് ആ ടീമിന്റെ സക്സസ്. ശരിയല്ലേ? തീർച്ചയായിട്ടും തുടർന്നും ഇതേപോലുള്ള നല്ല നല്ല ആശയങ്ങൾ നമുക്ക് തരാൻ മാനേജ്മെന്റിന് സാധിക്കട്ടെ. JPക്കും കൂടുതൽ ഞങ്ങളുടെ ഈ ടീമിനെ കൊടുക്കാനുള്ള കാര്യം എന്നത് നമ്മൾ ഇന്നലെ സംസാരത്തിൽ പറഞ്ഞാണ്. 250 ടീം മെമ്പർമാരിൽ ഇവിടെ ഇരിക്കുന്നത് 90 പേരാണ്. ആ 90 പേരും പെർഫോമേഴ്സ് ആണ്. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന 90 പേരും പെർഫോമേഴ്സ്. ആ പെർഫോമൻസിന്റെ മാറ്റം കൂട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തും JPക്ക് ഒരു വലിയ നമസ്കാരം.